ഹായ് മേഘ. ഹായ് മുനീറ. ഹായ് 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 ഹായ്. അപ്പോ നിങ്ങളോടൊപ്പം നിങ്ങളോടൊക്കെ ഒപ്പം ഈ കൂടാൻ കഴിഞ്ഞത് അതൊരു വലിയ സന്തോഷത്തിന്റെ ഒരു നിദാനാണ്. അപ്പൊ ഒന്ന് എനിക്ക് ഷെയറിങ് ചെയ്യാനുള്ള ഒരു അവസരം ഗ്രൂപ്പ് എനിക്ക് തന്നാണ്. അപ്പൊ ഞാനൊരു അങ്ങനെ ഒരു മികച്ച പ്രാസംഗികനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പഠിപ്പിസ്റ്റോ അങ്ങനെയൊന്നുമല്ല. ഒരു സാധാരണ ഒരു കുടിയൻ മാത്രമാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അനുഭവമാണ്. അത് പറയാൻ പ്രയാസങ്ങളില്ല. പക്ഷെ അതിന്റെ പ്രചോദനം തീർച്ചയായിട്ടും അതിന്റെ ചാലക ശക്തി നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കണ നിങ്ങള് ഓരോരുത്തരുമാണ്. മോഹൻലാൽ പറഞ്ഞ പോലെ നിങ്ങളില്ലാതെ എനിക്ക് എന്താ ആഘോഷം എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാനും ഇങ്ങനെ നിലനിന്ന് പോണത്. അപ്പൊ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് പുതുതായിട്ട് വന്ന ഈ ഗ്രൂപ്പിലേക്ക് വന്ന മുരളി, പിന്നെ വേറെ ഏതോ ഒരു സുഹൃത്തും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്തായാലും ഈ മിഡ് നൈറ്റ് സ്റ്റാർ ഗ്രൂപ്പിലേക്ക് ആർദവപൂർവം ചുവപ്പ് പരവതാനിയിലൂടെ വെൽക്കം ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാം. ഞാൻ എൻ്റെ മദ്യപാന കാലത്തിന്റെ അവസാന ഘട്ടം എന്ന് പറഞ്ഞാല് അവസാനമായിട്ട് ഞാൻ കുടിച്ച ഒരു കാര്യം പറയാന്നാണ് കരുതണത്. പക്ഷെ അതിനെ അവസാനത്തെ കുടിയെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു മദ്യപാനീനെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ തീർത്ത് പറയാൻ പറ്റുന്ന എന്തോ ഒരു ധൈര്യക്കുറവ് അത് പലരിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നലെ അത് കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോ ഇതുവരെയുള്ള ഈ ഒരു സുബോധ ജീവിതത്തിന്റെ തുടക്കം കുറിച്ച ആ കുടി, അതാണ് എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയിലുള്ള അവസാനത്തെ കുടി. അതിനെ കുറിച്ച് പറയാമെന്നാ ഞാൻ കരുതണേ. അപ്പോ സത്യത്തിൽ എനിക്ക് ഈ കുടിയന്മാരോടുള്ള ഒരു ഉപദേശം കുടിക്കുന്നവരോട് പറയാനുള്ള എന്താണെന്ന് പറഞ്ഞാല്, നിങ്ങൾ കുടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാവും നന്നാവുകയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെ ഒരു കല്യാണ ജീവിതമൊന്നും അല്ലെങ്കിൽ അങ്ങനെ സ്വപ്നം കാണുകയോ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുള്ള ആളല്ല. പക്ഷെ ഞാൻ പെണ്ണ് കാണാനൊക്കെ പോയിട്ടുണ്ട്. അതൊരു രസമുള്ള പരിപാടിയാണല്ലോ. ഒരു ചായയൊക്കെ കൊണ്ട് തരും, അതൊക്കെ കുടിക്കും. അത് ഇവിടെ വന്ന് അവരെ നാട്ടിൽ വന്ന് എന്നെ പറ്റി ഒരു അന്വേഷണമൊക്കെ നടത്തുപോയി ഈ കുടിക്കുന്ന ആള് എന്നുള്ളൊരു പേരുള്ളത് കൊണ്ട് അതൊക്കെ അങ്ങ് മുടങ്ങിയൊക്കെ പോവും. അവസാനം ഞാൻ എൻ്റെ അച്ഛന്റെ മകന്റെ മകൾ, എൻ്റെ ഒരു കസിൻ സണ്ണിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. കല്യാണം കഴിക്കുമ്പോ ഞാൻ അത് കറുത്തതോ വെളുത്തതോ ഒന്നും ഞാൻ കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ അവളുടെ അച്ഛൻ ഒരു അബ്കാരി കോൺട്രാക്ടർ ആയിരുന്നു. ഞങ്ങള് ബന്ധുക്കളാണ്. പലപ്പോഴും അവിടെ ചെല്ലുമ്പോഴൊന്നും മദ്യത്തിനും ഭക്ഷണത്തിനും ഒന്നും ഒരു ദൗർബല്യം ഉണ്ടാവാറില്ല. അവരധികം കള്ളുഷാപ്പൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നതെങ്കിലും അവിടെ ഈ
കിച്ചണോടൊക്കെ ചേർന്ന അലമാരയിലൊക്കെ വിദേശ മദ്യങ്ങളും ഒക്കെ അത്യാവശ്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കല്യാണം കഴിച്ചത് കൊണ്ട് ഇച്ചിരി കുടിക്ക് യാതൊരു ബുദ്ധിമുട്ടൊന്നും വരില്ല എന്നുള്ള ഒരു ധാരണയിലും കൂടിയാണ് ഞാൻ കല്യാണത്തിന് ഒക്കെ സമ്മതിച്ചത്. കല്യാണത്തിന് സമ്മതിച്ചു, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ഒരുക്കങ്ങളൊന്നും വേണ്ടല്ലോ. താലി ചെയിൻ വേണം, അത്യാവശ്യം ഡ്രസ്സ് വേണം, അങ്ങനെയൊക്കെ ഉള്ള വലിയൊരു മോശമായിട്ടുള്ളയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വലിയ ഒരു സെറ്റിങ്സോട് കൂടിയ അങ്ങനെ ആർമാദിച്ചൊക്കെ ഒന്നും കല്യാണമല്ല. കല്യാണത്തിന് കാര്യമായിട്ടുണ്ടായത് എന്താന്ന് പറഞ്ഞാല് കല്യാണത്തിന്റെ തലേന്ന് രാത്രി അന്ന് ഒരു കോഴിക്കോട് ഉണ്ടായിരുന്ന ഒരു പ്രഗത്ഭ ഒരു മിമിക്രി കലാകാരൻ ഉണ്ടായിരുന്നു, ഒരു കേസൻ രാജ്യം. അയാളൊക്കെ വന്നു രാത്രി മിമിക്രി ഒക്കെ അവതരിപ്പിച്ചു. പിന്നെ കല്യാണ ദിവസം വെക്കാനുണ്ടായിരുന്ന അരിയൊക്കെ എടുത്ത് രാത്രി തന്നെ, ഇത് റോഡ് സൈഡിലാണല്ലോ, ഒരുപാട് ആളുകളൊക്കെ കല്യാണത്തിന് കൂടി. എല്ലാരും കൂടി കല്യാണത്തിന് വെക്കാനുള്ള അരിയൊക്കെ എടുത്ത് തലേന്ന് തന്നെയൊക്കെ വെക്കേണ്ടയൊക്കെ അവസ്ഥ വന്നു. പിന്നെ ഈ റോഡ് സൈഡിലായതുകൊണ്ട് ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയിലെ ഒരു ഓവർസിയർ എല്ലാരും കൂടി ഒരു പൊട്ടൻ കിണറ്റിൽ ചാടി വീടിന്റെ മുമ്പിലുള്ള. അങ്ങനെ രാത്രി ഫയർ സർവീസ് ഒക്കെ വന്നു. റോഡ് സൈഡിൽ തന്നെയല്ലേ, ആകെ ബഹളും മഴയൊക്കെ ആയി. പ്രത്യേകിച്ച് ഞാൻ ഈ പ്രതിസുത വരൻ എന്നുള്ള നിലയ്ക്ക് ഞാനൊക്കെ എങ്ങനെ ഒരു വിധത്തിലൊക്കെ വളരെ കുറച്ച് കഴിച്ചു എന്നാക്കി തോന്നണേ. ബാക്കി എല്ലാവർക്കും ഒക്കെ നല്ല ചൂടായിരുന്നു. എന്തായാലും കല്യാണമൊക്കെ കഴിച്ചു. അപ്പോ കഴിച്ച് ജീവിതത്തിലേക്ക് വന്നപ്പോ ഈ കുടിക്കാൻ ഒരു സൗകര്യം കരുതിയത് തെറ്റായി പോയി എന്ന് മാത്രമല്ല, അത് കൂടുതൽ ബുദ്ധിമുട്ടാക്കി. ഞാൻ വൈകിട്ടൊക്കെ പട്ടഷാപ്പിലേക്കൊക്കെ പോകുമ്പോ എന്റെ അമ്മ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും, ഓൻ ഷാപ്പിലേക്കാ പോണതെന്ന്. അപ്പൊ എന്റെ കൂടെ അവളും മാറ്റി വരും. അപ്പൊ അങ്ങാടി കൂടിയല്ലേ, അപ്പൊ ഞാൻ അങ്ങോട്ട് തന്നെ പോരും. എന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒക്കെ വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ടായി. ഒക്കെ പാടെ ഈ കല്യാണം കഴിച്ചത് ആകെ. അങ്ങനെ പിന്നെ എന്തായിന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് വെച്ചാല് ഒരു നിർത്താന്നുള്ള ഒരു, അപ്പോളേ ഇവളെ അടങ്ങുള്ളൂ. ഞാൻ നിർത്താൻ പോവുകയാണ്, ഇനി പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓരോ ദിവസം അങ്ങനെ ഒരു ജാമ്യം എടുക്കുന്ന പോലെ അവളോട് പറഞ്ഞിട്ട് നാളെ നിർത്തും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താ മുന്നോട്ട് പോയത്. അതിന്റെ ഇടയിൽ എന്തുണ്ടായി എന്ന് പറഞ്ഞാല് ഈ ഓണം വിഷു ഒക്കെ വരുമ്പോ ഞാൻ പറയും ഓണത്തിന് നിർത്തും അല്ലെങ്കിൽ വിഷുവിന് നിർത്തും. അത് പെരുന്നാളിന് പറയും. ആഗസ്റ്റ് 15-ന് ഞാൻ പറയും, ആഗസ്റ്റ് 15-ന് കൊടി പൊക്കിയ പിന്നെ എന്തായാലും കുടിക്കില്ല. അങ്ങനെ ഒരുപാട് ഈ കുടി നിർത്താൻ വേണ്ടിയിട്ടുള്ള ശപഥങ്ങള്, വാഗ്ദാനങ്ങള്, കുട്ടികളെ തലയിൽ വെച്ചിട്ടുള്ള വാഗ്ദാനങ്ങള്, സത്യങ്ങള് അങ്ങനെയൊക്കെ നടന്നു. അങ്ങനെ എന്തായാലും ഒരു ന്യൂ ഇയറിന് 95 ഡിസംബർ 31-നാന്ന് തോന്നുന്നു, അന്ന് ഞാൻ പറഞ്ഞു ഇന്ന് കുടി കഴിഞ്ഞൊക്കെയാണെന്ന് വെച്ചാല് നാളെ മുതൽ എന്തായാലും മണിയേട്ടൻ കുടിക്കില്ല എന്നൊക്കെയുള്ള വീരവാദമൊക്കെ നടത്തി ഞാൻ. അന്ന് അത് തലേന്ന് കുടിച്ചു ഒക്കെ. കുടിച്ചു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ കുടീന്റെ
ഒരു മറ്റുള്ളവരൊന്നും കുടിക്കുന്ന പോലെയല്ല ഞാൻ. ഞാൻ പെട്ടെന്ന് വയലന്റ് ആവും. പിന്നങ്ങനെ ഒരു കൂന്ത് വിളയാടുക എന്നൊക്കെ പറയും. കുടിച്ച് അതിന്റെ ഉന്മാദത്തില് ഈ പരിസരവും മറ്റുള്ളതും ഒക്കെ മറന്ന് എന്താ പറയാ മുടുതുണി ഒക്കെ കഴിച്ച് വലിച്ചെറിഞ്ഞ് പരാക്രമങ്ങളൊക്കെ കാണിക്കണയൊക്കെ അങ്ങനത്തെയൊക്കെ ഒരു ഒരു സ്വഭാവവും ഒരു വളരെ മോശപ്പെട്ട ഒരു പ്രകൃതമൊക്കെ ഉണ്ട്. അങ്ങനെ ഡിസംബർ 31 ഇതൊക്കെ കഴിഞ്ഞു. രാവിലെ ഞാനന്ന് കണ്ണഞ്ചേരിയാ താമസിക്കുന്നത്. ഞാൻ രാവിലെ മെല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവരൊന്നും കാണാതെ ഞാൻ എസ്കേപ്പ് ആയി. എസ്കേപ്പ് ആയിട്ട് ഞാൻ നേരെ പോയത് ഇന്നത്തെ പാരഗൺ ഹോട്ടലിന്റെ നേരെ മുന്നിൽ ഒരു മല്ലിക ഹോട്ടൽ ഉണ്ടായിരുന്നു ചെറിയ. ആ മല്ലിക ഹോട്ടലിന്റെ തൊട്ട് പുറകില് ഒരു ദ്വാരക ഹോട്ടലുണ്ട്. അപ്പൊ അന്ന് ആ ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് ബ്രാൻഡി പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ആ ഹോട്ടലിൽ നിന്ന് കഴിക്കാം. ഭക്ഷണമൊക്കെ അവിടുന്ന് വാങ്ങി കഴിക്കാം. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഹോട്ടലുകാര് പോലീസൊക്കെ വന്നാൽ എന്തെങ്കിലും ഒരു കാശൊക്കെ കൊടുക്കും. ഹോട്ടലിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ കാലിക്കുപ്പികളൊക്കെ കൂട്ടിയിട്ട് കിടക്കണ കാണാം. അന്ന് പാരഗണിന്റെ പുറകില്, അതിപ്പോ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു, പാരഗൺ ഹോട്ടലിന്റെ പുറകിൽ ഒരു വലിയ ബ്രാൻഡി കട ഉണ്ടായിരുന്നു. അന്ന് ബ്രാൻഡി കടയാണ്. അപ്പൊ അവിടുന്ന് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് കഴിക്കുക. അപ്പൊ ഞാൻ മെല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഹോട്ടലിൽ വന്നു കുറച്ച് കഴിക്കുക. അപ്പൊ അയാൾ എന്റെ ഒരു നല്ല ഫ്രണ്ടാണ്. അപ്പൊ അയാൾ അങ്ങനെ എപ്പോഴും എപ്പൊ ചെന്നാലും കുറച്ച് വാങ്ങിത്തരും. അല്ലെങ്കിൽ ഞാൻ കാശ് കൊടുത്താല് അവിടുത്തെ കുട്ടികളെ പറഞ്ഞയച്ച് വാങ്ങിപ്പിക്കുക. അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു സൗഹൃദം, സ്നേഹമൊക്കെ ഉള്ളവരിന്റെ ഒരുമിച്ച് കുടിക്കലൊക്കെ ഉള്ള ഒരു ഫ്രണ്ടാണ് ഹോട്ടലിൽ നടത്തുന്നത്. അങ്ങനെ ഞാനവിടെ ഇരുന്ന് ഇത് കുറച്ച് മദ്യമൊക്കെ വാങ്ങി കഴിച്ചും കൊണ്ടിരുന്നപ്പോ അന്ന് ലാൻഡ് ഫോണാണ്. അപ്പൊ വീട്ടിൽ നിന്ന് ഫോണ് വന്നു ഭാര്യന്റെ. അപ്പൊ ഞാൻ ഫോണില് മറുപടി പറഞ്ഞു, നീയൊക്കെ റെഡി ആയിട്ട് നിന്നോ, ഞാൻ അങ്ങോട്ട് വരാം, ആശുപത്രിയിലേക്ക് പോകാനല്ലേ, ഞാൻ വരാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഫോൺ അവിടെ വെച്ചു. പിന്നെ ഇവള് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ വരാന്നല്ലേ പറഞ്ഞത്, ഈ ഇനി അവിടെ ഇരുന്ന് ഞാൻ അങ്ങോട്ട് എത്തിക്കോളൂ, എത്തിയിട്ട് അങ്ങ് പോവാന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ എനിക്ക് തോന്നി ഓള് എന്നെ തിരക്കി വരും. 2 പ്രാവശ്യം ഫോൺ ചെയ്തതല്ലേ. ഞാൻ മെല്ലെ അവിടുന്ന് ഇറങ്ങിയിട്ട് ആ സൈഡിൽ കൂടി അങ്ങ് റെയിലിന്റെ ഓരത്ത് കൂടി അങ്ങനെ നടന്നിക്കുകയാണ് വെച്ചാല് ക്രൗൺ തിയേറ്ററിന്റെ ബാക്കിൽ അന്ന് ആ ഈ ഈ വണ്ടികളൊക്കെ പൊളിക്കണതിന്റെ ഇടയിൽ അവിടെ ഒരു കള്ള് ഷാപ്പുണ്ട്. അപ്പൊ നടന്നു പോവാനേ ഉള്ളൂ. അപ്പൊ ഞാൻ നേരെ നടന്ന് ഷാപ്പിലേക്ക് അങ്ങ് പോയി. ഇവള് വന്നിട്ട് ഇനി എന്നെ കാണണ്ട, തിരിച്ചു പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പൊ ഷാപ്പിലൊക്കെ പോയിരുന്നു. അവിടെ ചെന്നാലും കമ്പനിയാണല്ലോ. അവിടെ ഫ്രണ്ടൊക്കെ ഉണ്ട്. അപ്പൊ അവരെ കൂടെയൊക്കെ കള്ളൊക്കെ ലേശം അവിടെ പ്രശ്നമൊന്നുമില്ല. കള്ളൊക്കെ ചോദിച്ചാൽ കിട്ടും. നീ കാശ് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ അങ്ങനെ കറിയൊന്നും അങ്ങനെ വാരി വലിച്ച് വാങ്ങി ഭക്ഷണമൊന്നും കഴിക്കണ പതിവില്ല. എന്തേലും ഒരു ടച്ചപ്പിന് ഒരു ലേശം ചാറൊക്കെ ഉള്ളൂ. അപ്പൊ കള്ളൊക്കെ വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവള് ഈ ഹോട്ടലിൽ വന്ന് എന്നെ കാണാത്തോണ്ട് ഇവക്കും എന്തോ ഇവളെ മനസ്സിൽ തോന്നിയ ഷാപ്പ് കാണുന്ന എന്തോ കരുതിയിട്ട് ഇവള് ആ ഓട്ടോയില് തന്നെ ഈ തിരിഞ്ഞ് മറിഞ്ഞ് ഓട്ടോയില് വരികയാണെങ്കിൽ 4-ാം ഗേറ്റ് കടന്നൊക്കെ വരണം. 4-ാം ഗേറ്റ് കടന്ന് കുറച്ച് ദൂരം ചുറ്റിയിട്ട് ഓട്ടോക്ക് ഈ ഷാപ്പിന്റെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ. വരാൻ പറ്റുമ്പോ ഞാനവിടെ ഡെസ്കും കള്ളും കുപ്പിയും ഒക്കെ ആയിട്ടൊക്കെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഉഷാറായിരുന്നു. അപ്പൊ ഒക്കെ ഒരു ഡെസ്കിൽ മുട്ടി പാട്ടൊക്കെ തുടങ്ങാന്നുള്ള ഒരു പരിപാടിയിലായിരുന്നു. അപ്പൊ ഇവള് വന്നപ്പോ എനിക്ക് ആകെ ദേഷ്യമൊക്കെ വന്നു. ഞാൻ പറഞ്ഞു, ഈ എന്തിനാ ഇത് ഷാപ്പില് പെണ്ണുങ്ങൾ വരും, അയ്യോ പോയാട്ട അവിടുന്ന് വേഗം പൊയ്ക്കോന്നൊക്കെ പറഞ്ഞ് ഇവളെ ആട്ട് ചെയ്തു. അപ്പൊ എന്റെ കൂടെ കുടിച്ചും കൊണ്ടിരുന്ന ചെറുത്താന്മാര് പറഞ്ഞ്, മോനേട്ടാ ഇനി നിങ്ങൾ ഇവിടെ വെക്കാൻ പറ്റൂല, ഒക്കെ കച്ചറയാവും, പെണ്ണുങ്ങളാ വന്നത്, അതുകൊണ്ട് നിങ്ങൾ വേഗം പോണം, പൊയ്ക്കോളി എന്നൊക്കെ പോലെ ഒരു കടുത്ത സ്വരത്തിൽ പറഞ്ഞു. അതൊക്കെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല.
ഞാൻ കുറച്ചും കൂടി കള്ള് ആ ഗ്ലാസ്സിൽ കുറച്ചുകൂടിയൊക്കെ പാർന്ന് ബാക്കി അവിടെ വെച്ച് അത് കുടിച്ച് വേഗം വന്ന് ഓട്ടോറിക്ഷ കയറി. ഓട്ടോറിക്ഷ നേരെ ഇപ്പോഴത്തെ സുരക്ഷാ ആശുപത്രിന്റെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ അന്ന് ആനിയാൽ റോഡിലാണ് സുരക്ഷാ ആശുപത്രി. അവിടെ കൊണ്ടുവന്ന് ഓട്ടോ നിർത്തി. ഞങ്ങൾ രണ്ടാളും കൂടി കയറി സത്യാൻ ഡോക്ടറെ അടുത്തേക്ക് പോയി. സത്യാൻ ഡോക്ടർ എന്നോട് ചോദിച്ചു, കുടിച്ചിട്ടുണ്ടോന്ന് എന്നാ ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു കുടിച്ചിട്ടുണ്ട് എന്നാ. കുടിച്ചിട്ടുണ്ട് എന്ന് പറയാനൊന്നുമില്ല, നല്ലോണം ആറുണ്ട്. ഞാൻ ഈ ബ്രാൻഡി ഇതൊക്കെ കുടിച്ച അതിന്റെ മേലെ കള്ളുമൊക്കെ കുടിച്ചിട്ടല്ലേ വന്നത്. അപ്പൊ ഡോക്ടർ ചോദിച്ചു നിർത്താൻ ഇതിങ്ങനെ നിർത്തണം എന്ന് ആഗ്രഹം ഉണ്ടോന്ന്. അപ്പൊ ഞാൻ ഇവിടെ മുഖത്തേക്ക് നോക്കി ആ തല കുലുക്കി ആന്നുള്ള അർത്ഥത്തില്. അപ്പൊ പിന്നെ ഡോക്ടർ ചോദിച്ചു എത്ര കുടിക്കുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ കിട്ടുന്നതിനനുസരിച്ച് കുടിക്കും. അപ്പോ അഡ്മിറ്റിന് ഒരുക്കാണോന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ അവളെ മുഖത്തേക്ക് നോക്കി. അപ്പൊ ആ ഇവളാ പറഞ്ഞ അന്ന് കൊണ്ടില്ല. അപ്പൊ എന്തായാലും ഡോക്ടർ അതൊക്കെ അവിടെ എന്തൊക്കെയോ പേപ്പറിലൊക്കെ എഴുതി തന്നിട്ട് പറഞ്ഞു, എന്നാൽ നാളെ അഡ്മിറ്റ് ആവാം. ഓ ഞാനും കഴിച്ചില്ലേ, വൺ ഡേ അറ്റ് എ ടൈം, ഇന്ന് കഴിച്ചില്ലായല്ലോ എന്നുള്ളൊരു സന്തോഷത്തില് അവിടുന്ന് പുറത്തിറങ്ങി. ഇവളാ കടലാസ് എന്താ അവിടെ കൗണ്ടറിലൊക്കെ കൊടുത്ത് സുരക്ഷാ ആശുപത്രിന്റെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, എന്നാ ഈ പോയിക്കോ, വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ ഏതായാലും ഷാപ്പിലേക്ക് തന്നെ കണ്ട് ക്രൗണ്ട് ബാക്കിൽ ആ കള്ള് ഷാപ്പിലേക്ക് പോകാന്നുള്ള പരിപാടിയാണ്. അപ്പോ ഇവള് എന്നോട് പറഞ്ഞു, അല്ല നിങ്ങള് പോണ്ട, നിങ്ങള് വരികയാറ്. ഞാൻ ചോദിച്ചു, ഞാൻ വന്നിട്ട് എന്താ ഈ വാങ്ങിത്തരുമോ? ആ ഞാൻ വാങ്ങിത്തരാം. ആ അപ്പൊ അവിടെ തന്നെ ഓട്ടോറിക്ഷ ഉണ്ട്. ഓട്ടോറിക്ഷ വിളിക്കൊന്നും വേണ്ട, അവിടെ അങ്ങനെ ഓട്ടോറിക്ഷ നിർത്തിയിടുന്ന സ്ഥലമാണ് സുരക്ഷന്റെ മുമ്പിൽ. അവിടുന്ന് ഓട്ടോറിക്ഷ കയറി. അങ്ങനെ കണ്ടംകുളം ബസ് സ്റ്റോപ്പിൽ അവിടെ അന്ന് ബ്രാൻഡ് ഷാപ്പ് പ്രൈവറ്റിലാണല്ലോ. ബസ് സ്റ്റോപ്പിൽ അവിടെ മുന്നിൽ നിർത്തി. റോഡിന്റെ വലതുഭാഗത്ത്, ഇടതുഭാഗത്താണ്, അവിടെയാണ് അന്ന് ബ്രാൻഡ് ഷാപ്പ് ഉള്ളത്. അങ്ങനെ ഇവിടെ അവിടെ പോയി ഒക്കെ നോക്കി. ഓള് ഇങ്ങോട്ട് തന്നെ വന്ന ഓട്ടോറിക്ഷയിലേക്ക്. ഞാൻ മുതലാളിയായിട്ട് ഓട്ടോറിക്ഷയിൽ തന്നെയായിരുന്നു. ഇങ്ങോട്ട് തന്നെ വന്നിട്ട് ഓള് എന്നോട് പറഞ്ഞു, അവിടെ സാധനമില്ല, വലിയ വിലന്റെ സാധനമേ ഉള്ളൂ, അതിന് എന്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ ഞാൻ അവളെ കൈമിലേക്ക് നോക്കിയപ്പോ വള എന്തോ ഉണ്ട്. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, ഈ ഏതായാലും നിർത്താൻ പോവില്ലേ, വാങ്ങിക്കുക, ആ വളയിട്ട് അവിടെ കഴിച്ചു കൊടുത്താളാന്നൊക്കെ പറഞ്ഞ് ഇവള് വീണ്ടും ബ്രാൻഡ് ഷാപ്പിൽ ചെന്നപ്പോ അപ്പോഴേക്ക് ഓല് അവിടുന്ന് ഒരു റമ്മിന്റെ കുപ്പിയോ ഒരു ബ്രാൻഡിന്റെ കുപ്പിയോ 2 ക്വാർട്ടർ 2 ടൈപ്പ് സാധനമൊക്കെ എടുത്ത്. അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് വെച്ചാൽ, ഈ ഡിസംബർ 31 ഈ ആഘോഷം, ഈ ഇതൊക്കെ കഴിഞ്ഞിട്ട്, പൊട്ടുമാറാപ്പൊക്കെ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഈ സാധനങ്ങളൊക്കെ തീർന്നു പോയിക്കണം. അന്ന് അങ്ങനെ ഉണ്ടാവലുണ്ട്. കംപ്ലീറ്റ് സ്റ്റോക്കും ഒക്കെ തീർന്നു പോയിട്ട് പിന്നെ വില കൂടിയ വലിയ മുന്തിയ സാധനങ്ങളേ ഉള്ളൂ. അപ്പൊ അത് ഓള് അവല് രണ്ടാമത് ചെന്നപ്പോ അതൊക്കെ പാടെ തപ്പി പിടിച്ചു കൊടുത്ത് അത് വാങ്ങി വന്ന് ഞങ്ങള് നേരെ കണ്ണഞ്ചേരി വീട്ടിൽ വന്നു. അങ്ങനെ ഞാൻ ഇന്ന് ഒരു ക്വാർട്ടർ അവിടെ സൂക്ഷിച്ചു വെച്ചു. ഒരു ക്വാർട്ടർ പൊട്ടിച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സാവധാനമൊക്കെ കഴിച്ചു. അപ്പൊ എന്റെ ഭാര്യന്റെ അമ്മ, എന്റെ മദറിൻലോ, സ്വീറ്റ് മദറിൻലോ, ഈ ഞാൻ പലപ്പോഴും ഒക്കെ ഈ കുടിക്കുമ്പോഴും ഒക്കെ ഓഫായപ്പോഴൊക്കെ ബാക്കിയായ സാധനമൊക്കെ ഒരു കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ട് ഈ അരി ഒക്കെ ഇട്ട് വെക്കുന്ന പാത്രത്തില് പൂത്തി വെച്ചിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ട് തന്ന് എന്നോട് പറഞ്ഞു, എന്റെ അലച്ചിയൊക്കെ തീർന്നോട്ടെ, ഏതായാലും നിർത്താൻ പോവില്ലേ, അതുകൊണ്ട് കുടിച്ചാളാന്ന് പറഞ്ഞു. അന്ന് അതൊക്കെ കുടിച്ചു. സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ടൊക്കെ കിടന്നുറങ്ങി. രാവിലെ നീറ്റ് പല്ലുവെപ്പും കുളിയും കാര്യമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഈ ഒരു
ഒരു സ്വാമി ഫോട്ടത്തിന്റെ അടുത്തൊരു വിളക്ക് കത്തിക്കുന്ന ഏർപ്പാടുണ്ട്. അത് നമ്മളെ അച്ഛനായിട്ടൊക്കെ തുടങ്ങി വെച്ചതാ. അപ്പൊ ഞാനും ഇടയ്ക്ക് രാവിലെ കുളിച്ചൂടുമ്പോ വരുമ്പോ ആ അതില് തിരിയിട്ട് വിളക്ക് കത്തിക്കും. എന്നിട്ടൊന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ഏർപ്പാടൊക്കെ ഉണ്ട്. അപ്പൊ അന്നും അതേപോലെ അതൊക്കെ ചെയ്തു. വിളക്ക് കത്തിച്ചു. അപ്പൊ ഞാനീ ക്വാർട്ടറിന്റെ ബാക്കിയുള്ള ക്വാർട്ടർ പൊട്ടിച്ചിട്ട് ആ മൂടിയിൽ ഒരു ലേശം ഈ സ്വാമി ഫോട്ടത്തിന് വെച്ചു കൊടുത്ത് ദൈവത്തിനെയൊക്കെ വിശ്വസിച്ച് ബാക്കി ഡ്രൈ ആയിട്ട് അടിച്ചു. എന്നിട്ട് അവിടെ ഒരു കിണ്ടിയിൽ വെള്ളം വെക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അപ്പൊ ആ ചെറിയ കിണ്ടിന്ന് ലേശം വെള്ളം കൊടുത്ത് അതിന്റെ മേലെ കുടിച്ചു ഒക്കെ മാറ്റി ഇറങ്ങി. അപ്പൊ ഗേറ്റിന്റെ അടുത്ത് ഇവളെ അമ്മാവനോ അമ്മായിന്റെ മക്കളെ ആരൊക്കെയോ പോലൊക്കെ കാവല് നിർത്തിയിട്ടുണ്ട്, ചാടി പോണ്ടാന്ന് കരുതിയിട്ട്. എന്തായാലും മാറ്റി കൊട്ടയും വട്ടിയും ഡ്രസ്സും ഒക്കെ എടുത്ത് ഞങ്ങള് നേരെ സുരക്ഷാ ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റായി. ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റായി. അപ്പൊ അതിന്റെ മുമ്പേ ഞാൻ മദ്യാസക്തിക്കെതിരെയുള്ള ചികിത്സ മാനന്തവാടി പോയി ചികിത്സിച്ചിട്ടുണ്ട്. 10-30 ദിവസം അവിടെ അഡ്മിറ്റായി ഒക്കെ ചികിത്സിച്ചൊക്കെ കഴിഞ്ഞ് വീണ്ടും കുടിച്ചാണ്. പിന്നെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ അവിടെ സ്വകാര്യ ചികിത്സ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പബ്ലിക് ആകാത്ത രൂപത്തിലുള്ള ഒരു പ്രൈവറ്റ് ചികിത്സ. അവിടെ ഞാൻ എന്നെ ചികിത്സിച്ചാണ്. അവിടെ ലിവറൊക്കെ പരിശോധിച്ച് ആകെ അബദ്ധമായിട്ട് ഇനി കുടിച്ചാൽ മരിച്ചു എന്നൊക്കെ അവിടുന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. വീണ്ടും ഞാൻ കുടിക്കുക തന്നെയാ ചെയ്ത്. എന്തായാലും സുരക്ഷാ ആശുപത്രിയിൽ എന്ന് പറഞ്ഞാൽ ഒരു കംഫർട്ടബിൾ ഒന്നും അല്ല. നല്ല അങ്ങനത്തെ ഒരു സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ പോലെ അങ്ങനത്തെ നല്ല നഴ്സുമാരൊന്നും ഒരുപാട് ഇല്ല. പിന്നെ അത്ര വൃത്തിയുള്ള കെട്ടിടമല്ല. ഡോറൊക്കെ ഞാൻ അവിടെ അവരോടൊക്കെ തർക്കം ഉണ്ടാക്കി. ഈ ഡോറൊന്നും ശരിക്കും അടയണില്ല. ഈ ഭാര്യയും ഭർത്താവും ഒക്കെ കിടക്കുന്ന റൂമല്ലേ. പിന്നെ അതേപോലെ ക്ലോസറ്റ് പോരാ, അതുപോരാ. അവിടെ അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ഒരു പൊരുത്തപ്പെടാനുള്ള പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷെ പിന്നീട് അതിലോടൊക്കെ ഞാൻ ഒക്കെ കോപ്പറേറ്റ് ചെയ്തു. അവിടുന്ന് ആ ഒരു ലിബ്രിയം ഗുളികയൊക്കെ കഴിക്കുകയോ എല്ലാം നല്ല പെരുമാറ്റത്തിലൊക്കെ ആയിരുന്നു. പിന്നെ ആ കൗൺസിലിങ്, പിന്നെ ഓഫീസറുടെ ഒരു ഇതൊക്കെ ഒരു ഇടയ്ക്ക് ഒരു ഇതൊക്കെ പരിപാടികള് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്ന AM മീറ്റിങ്ങുകള് മടിച്ചാണെങ്കിലും എനിക്ക് സത്യത്തിൽ അവിടെ ഒരു മദ്യത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ജനിക്കുകയും ആൽക്കോഹോളിക് അനോണിമസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിനോട് എനിക്കൊരു താല്പര്യം വരികയൊക്കെ ഉണ്ടായി. തീർച്ചയായിട്ടും അതില് ഇന്ന് ആലോചിക്കുമ്പോ എന്താന്ന് പറഞ്ഞാൽ ഈ 10-31 ദിവസം ആ ചികിത്സ കഴിയുന്നവരെയും എന്റെ ഭാര്യ അവിടെ കൂടെ നിൽക്കാൻ തയ്യാറായി. അത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താ പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ 12th സ്റ്റെപ്പിന്റെ ഭാഗമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ പലരുടെയും ഭാര്യമാര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ വരണോ, അല്ലെങ്കിൽ എത്ര ദിവസം നിൽക്കേണ്ടി വരും. അങ്ങനെ അവർക്ക് ഭയങ്കര പല ഭാര്യമാരും അങ്ങനെ ഭയങ്കര പ്രയാസമൊക്കെ. പലപ്പോഴും ഈ അയ്യപ്പ ഫാർമസിന്റെ ഒക്കെ ഒരു പരസ്യം ഉണ്ടല്ലോ, മദ്യപന അറിയാതെ, അവരൊക്കെ ഇത്തരക്കാരെയാണ് അവരൊക്കെ സത്യത്തിൽ ക്യാച്ച് ചെയ്യണം. എന്തായാലും എന്റെ ഭാര്യ എന്റെ കൂടെ വന്നു. ആൽക്കോഹോളിക് അനോണിമസിന്റെ അവിടുന്ന് ഇറങ്ങി തുടർച്ചയായിട്ട് ആൽക്കോഹോളിക് അനോണിമസിന്റെ മീറ്റിംഗ് അന്ന് ഒളവണ്ണയിലും ബേപ്പൂരും ഒരു സ്വതന്ത്ര ഗ്രൂപ്പ് പ്രവർത്തിക്കാറുണ്ട്. അവിടെ ബേപ്പൂര് ചിലപ്പോ ഏറിയ ഒരു രണ്ടാളുണ്ടാവും. ഒന്ന് ശ്രീനിവാസേട്ടനും ഒന്ന് TK രവിയേട്ടനാണ് ഉണ്ടാവുക. പക്ഷെ രവിയേട്ടൻ ആരെങ്കിലും ഒക്കെ ഉച്ചക്ക് ഊണൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ആരെങ്കിലും ഒക്കെ പിടിച്ചു കൊണ്ടുവരും. പിടിച്ചു കൊണ്ടുവന്നിട്ട് 100 വാങ്ങിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടാ കൂട്ടിക്കൊണ്ടുവരുന്നത്. പക്ഷെ
കൊണ്ടുവരുന്ന ആള് ഗ്രൂപ്പിലൊന്നും ഇരിക്കൂല. കുറച്ച് കഴിയുമ്പോ അയാളെ പോവും, വൈത്തിലെ രവിയേട്ടനൊക്കെ പോവും. അങ്ങനെയാണ് അവിടുത്തെ മീറ്റിംഗ്. ഒളവണ്ണയില് മീറ്റിംഗിൽ ഒരു 2-3 ആളുണ്ടാവും. അപ്പൊ അവിടെ ഒന്ന് വിശേട്ടൻ ആർക്കാഹെ വിശേട്ടൻ പിന്നെ അത് ഏരിയയിലെ ആകർഷിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ അയാൾ അവിടെ കാത്തുക്കുണ്ടാവും. കുറച്ച് കഴിയുമ്പോ സുന്ദരേട്ടൻ വരും. പിന്നെ ഒരു സോമേട്ടൻ മീറ്റിംഗ് കഴിയാനായി വന്ന്. മീറ്റിംഗ് കഴിഞ്ഞാലും അവിടെ ഒരു 9-9:30 വരെയൊക്കെ. 9:30ക്കാണ് ലാസ്റ്റ് ഒരു PA ബസ് ഒളവണ്ണയിന്ന് കോഴിക്കോട്ടേക്കുള്ള ബസ്. അതില് എല്ലാരും കൂടി മീറ്റിംഗ് ഇറങ്ങി ബസ് ഇങ്ങനെ തടുത്ത് വെക്കണമാതിരി നിർത്തുകയ്യ എല്ലാരും കൂടെ കൂടി. ആ ബസ്സിൽ അധികം ആളുണ്ടാവില്ല ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ. ആ ബസ്സിൽ കയറി ഞാൻ കണ്ണഞ്ചേരി ഇറങ്ങും. അങ്ങനെ ഏരിയയിൽ അങ്ങനെയായി ഓരോ സ്ഥലത്ത്. ഇത് പുറത്തൊക്കെ വയനാട്ടിൽ അന്ന് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഉദ്ഘാടനം വയനാടൊക്കെ മീറ്റിങ്ങിന് പോവും. വയനാട് മീറ്റിങ്ങിന് പോയ അന്ന് വരാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ മാനന്തവാടി മീറ്റിംഗ് കഴിഞ്ഞിട്ട് മാനന്തവാടിന്ന് പുൽപ്പള്ളിക്ക് പോയി ബസ്സില് ഞാനും ഭാര്യയും കുട്ടികളും വന്ന്. എന്റെ മോനൊരു 7-8 വയസ്സുണ്ടാവും. മോക്ക് ഒരു 5 വയസ്സ് ഉണ്ടാവും മോക്ക്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബസ്സിനൊക്കെ കയറി പുൽപ്പള്ളി പോയി. അന്ന് ജോസഫ് മാഷ് സാറൊക്കെ അവിടെ വാടകയ്ക്കാ താമസിക്കണേ. അവിടെയൊക്കെ പോയി താമസിക്കും. പിറ്റേന്ന് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരും. അങ്ങനെയൊക്കെ ചുരുങ്ങിയ ആളുകളെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ആ സൗഹൃദം വളരെ വളരെ വിലപ്പെട്ട, അല്ലെങ്കിൽ വളരെ ഉറച്ച ഒരു സ്നേഹ സൗഹൃദം എല്ലാവരും തമ്മിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കോഴിക്കോട് അന്ന് മൊയ്തുട്ടിക്ക മീറ്റിംഗിൽ അതുമാതിരി ഒരു കാതർക്ക മറ്റേ കോളറിനൊക്കെ ഒരു ടവലൊക്കെ അലക്കി തേച്ചൊക്കെ വിച്ച് ഒക്കെ അങ്ങനെ കതറൊക്കെ ഇട്ട് കാഞ്ഞ് ഒക്കെ മീറ്റിങ്ങിനൊക്കെ വരും. അപ്പൊ കാതർക്ക ഓട്ടോറിക്ഷയിലൊക്കെ എവിടെയും പോയി ഇറങ്ങിയാല് കാതർക്ക അങ്ങ് വേഗം മുന്നോട്ട് നടന്നു പോകും. ഓട്ടോറിക്ഷന്റെ പൈസ കൊടുക്കൂല. കാരണം പോലീസുകാർക്ക് ബസ്സിലൊന്നും പൈസ കൊടുക്കണ്ടല്ലോ. അങ്ങനെ പക്ഷെ കാതർക്കന്റെ ഒക്കെ ഭാര്യ ഒരു എല്ലാ മീറ്റിങ്ങിനും വരും. ഒരു സാധു സ്ത്രീ, വളരെ സ്നേഹം. ഇന്നും അവരെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ സുരക്ഷ ഗ്രൂപ്പിന്റെ സെക്രട്ടറി ആയിട്ട് എന്നെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ അതിന്റെ വാർഷികം വന്നു. സുരക്ഷാ ഗ്രൂപ്പിന്റെ വാർഷികം നടക്കണ ലോക ലഹരി വിരുദ്ധ ദിനം ജൂലൈ 26 അങ്ങനെ എന്തോ ആണ്. ആ ദിവസമാണ് അതിന്റെ വാർഷികം. അപ്പൊ വാർഷികത്തിന് വേണ്ടിയിട്ട് ഞങ്ങള് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ വേണമല്ലോ. ചായ കൊടുക്കാനുള്ള കപ്പ് വേണം, പിന്നെ അതിന്റെ മുട്ടുസൂചി വേണം, ബാഡ്ജ് വേണം. അങ്ങനെയൊക്കെ വാങ്ങാൻ വേണ്ടി ഒരു ദിവസം തലേന്ന് വൈകിട്ട് ഞങ്ങള് മുട്ടായി തെരുവിലൂടെ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നടന്നു പോകുക. അപ്പൊ ഞാനും പിന്നെ സുധാമുണ്ട്, സോമേട്ടുണ്ട്, അപ്പൊ ഒരു CP ഉണ്ട് എന്നാ എന്റെ ഓർമ്മ. അപ്പൊ ഉണ്ട് ഈ ഒരു കണ്ണ് കാണാത്ത ഒരു കണ്ണുപൊട്ടൻ, വേറെ ഒരു കണ്ണുപൊട്ടൻ അതിന്റെ മുമ്പിലുണ്ട്. ഒരു വടി ഒരു തോളിൽ വെച്ചിട്ട് നടന്നു പോകുന്നുണ്ട്. ആ മുട്ടായി തെരുവിലുള്ള ആ ഒരു തിരക്കിലൂടെ ഒരു വലിയ പ്രയാസം ഇല്ലാതെ മുന്നിലെ ആളൊരു വടി കുത്തി നിലത്ത് കുത്തി പിടിച്ച് നടക്കുന്നുണ്ട്. അയാളുടെ തോളിൽ ഒരു വടി വെച്ചിട്ട് രണ്ടാമത്തെ ആളുടെ തോളിലേക്ക് ആ വടി വെച്ചിട്ട് ഒരു നടന്നു പോണത് കണ്ടു. അപ്പോ സുധാമൻ പറഞ്ഞു, ഇതാണ് അന്ധൻ വഴി കാണിക്കുന്നു. വെച്ചാല് ഒരു കുടിയെ മറ്റൊരു കുടിയനെ സഹായിച്ച് മുന്നോട്ട് പോകുന്ന പോലെ അന്ധൻ വഴി കാണിക്കുന്നു എന്ന് പറഞ്ഞു. സത്യത്തിൽ അതൊരു ഒരു വാർഷികവും അതൊക്കെ ഒരു വളരെ സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. ആ ഒരു പരസ്പര സ്നേഹം, വിശ്വാസം. അന്ന് അതിന്റെ ഒക്കെ ശേഷം സുരക്ഷാ ഗ്രൂപ്പിന്റെ വാർഷികത്തിന്
ഞങ്ങളൊക്കെ അധിക പേരും അത് പുതിയ ഷർട്ടും മുണ്ടൊക്കെ, വലിയ മുന്തിയതൊന്നും ബേസിക് ഒന്നും അല്ല, എന്നാലും പുതിയ ഷർട്ടും മുണ്ടും ഒക്കെ എടുക്കും. ഒരിക്കല് മറ്റേ സിൽക്കീസ്ന്ന്, കോഴിക്കോട് സിൽക്കീസ്ന്ന് ഞാനും ജോസഫ് മാഷും ഒരേ കളറ് സിൽക്കിന്റെ ഷർട്ടൊക്കെ എടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അധിക പേരും എടുക്കും. ഭാര്യമാർക്ക് സാരിയൊക്കെ വാങ്ങിക്കൊടുക്കും. കാരണം ഗ്രൂപ്പിന്റെ വാർഷികം, കോഴിക്കോട് സുരക്ഷാ ഗ്രൂപ്പിന്റെ വാർഷികം എല്ലാരും വളരെ സമുചിതം അതിനെ ആചരിച്ചിരുന്നു. അതൊരു അത്രയും നല്ല ആൽക്കോളിക് അനോണിമസ് എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മയിലുള്ള ആ ഒരു സൗഹൃദത്തിന് അതിനു മാത്രമൊക്കെ വില കൊടുത്തിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരമൊക്കെ ആ വീടുകളിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചൊക്കെ വരുന്നതും ഒക്കെ ഒരു സ്ഥിരം പതിവായിരുന്നു. എല്ലാവർക്കും എല്ലാരെയും ഒക്കെ അടുത്ത് അറിയാനും ഇടപഴകാനും ഒക്കെ പറ്റി. ആ ഇടയ്ക്ക് തന്നെ ഒരു കൽപ്പറ്റയിൽ വെച്ചിട്ട് ആൽക്കോളിക് അനോണിമസിന്റെ ഒരു GSO കോൺഫറൻസ് ഒക്കെ നടന്നു. അപ്പോ ബോംബെയിൽ നിന്നൊക്കെ ട്രെയിനിൽ വന്നവരൊക്കെ സുരക്ഷാ ആശുപത്രിയിൽ വന്നു. ഒന്നായിട്ട് ടൂറിസ്റ്റ് ബസ് ഏൽപ്പിച്ചില്ല. പക്ഷെ മഴയൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു, ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പോലെ ലഗേജ് ഒക്കെ സീറ്റിയും ഇവരെല്ലാരും പാടെ കൂടി ആ ബസിന്റെ മേലെയൊക്കെ കയറ്റി അവരെയൊക്കെ വയനാട്ടിലേക്ക് കൊണ്ടുപോയി. റോഡ് വളരെ മോശമായിരുന്നു ആ സമയത്ത്. അന്ന് വയനാട്ടിൽ വെച്ചിട്ട് അവിടെ കൽപ്പറ്റയിൽ വെച്ചായിരുന്നു ആ വാർഷികം. ആ വാർഷികത്തിന്റെ ഭക്ഷണ കമ്മിറ്റിയിൽ ഞാനും വിജയൻപിള്ളി, നമ്മളെ ഹോട്ടല് ഭട്ടരും വിശ്വനാഥൻ എല്ലാരും കൂടിയായിരുന്നു. ആ ഇതിലൊക്കെ ലേശം ഞങ്ങള് കാശൊക്കെ വളരെ എല്ലാരും അധ്വാനിച്ചു. പ്ലേറ്റ് കഴുകാനും ഒക്കെ ഞങ്ങളൊക്കെ ഭാര്യമാരും എല്ലാരും കൂടിയൊക്കെ അധ്വാനിച്ചതിന്റെ ഫലമായിട്ട് കുറച്ച് കാശൊക്കെ ആ ഫുഡ് കമ്മിറ്റിക്കൊക്കെ മിച്ചം വന്നു. അതുകൊണ്ട് പുസ്തകം അടിക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ആൽക്കോളിക് അനോണിമസിന്റെ ഒന്നാമത്തെ പടി ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷനില് അത് പറയുന്നുണ്ട്. മദ്യത്തിനു മുന്നിൽ ശക്തിയെ സമ്മതിച്ചു, എന്റെ ജീവിതം അനിയന്ത്രിതമായി പോയി. അത് അംഗീകരിക്കുക. ഈ എന്റെ ഭാര്യയുടെ താലിച്ചെയിന് ഞാൻ തന്നെ മോഷ്ടിച്ച് കൊണ്ടുപോയി വിറ്റ് കുടിച്ച് വന്ന് അവളെ തന്നെ തൊഴിക്കുക. എവിടെയടി ഇത് കൊണ്ടുപോയിട്ട് ശ്രദ്ധിക്കൂല, അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉപദ്രവിക്കണേ. ഈ ഒരു മാനസികാവസ്ഥ എന്റെ ജീവിതം അനിയന്ത്രിതായിപ്പോയി എന്ന് എനിക്ക് അംഗീകരിക്കേണ്ടി വന്നു. അതേപോലെ തന്നെ മദ്യത്തിന് മുന്നിൽ ശക്തിയിനാണ് ഒരു നിയന്ത്രണവും. എനിക്ക് ഇത് തൊട്ട് കഴിഞ്ഞാൽ കുടിച്ചുകൊണ്ടിരിക്കണം. അതിന് യാതൊരു പരിധികളോ ഒന്നുമില്ല. യാതൊരു കുടിച്ച് ചൂടായി കഴിഞ്ഞാല് അല്ലെങ്കിൽ കുടിച്ചിട്ട് കാട്ടുന്ന പരാക്രമങ്ങൾക്ക് ഒരു പരിധിയില്ല. ആരോട് ഇപ്പോഴും അതൊരു കുടിച്ച കാണിച്ച അത് അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഷെയറിങ്ങിലോ മറ്റേലൊക്കെ പറയാൻ പോലും അറയ്ക്കുന്ന അത്തരം കാര്യങ്ങളാ ചെയ്തത്. തീർച്ചയായിട്ടും അത് ആൽക്കോളിക് അനോണിമസിന്റെ ആ ഒന്നാമത്തെ പടി ഞാൻ അംഗീകരിച്ചു. അത് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ പിന്നെ രണ്ടാമത്തെ പടിയുണ്ടല്ലോ, ആൽക്കോളിക് അനോണിമസിന്റെ രണ്ടാമത്തെ പടിയില് പറയുന്നുണ്ട്, ദൈവത്തെ തേടിയാൽ അത്
പിഴുതു മാറ്റപ്പെടുന്നു. ഒന്നാമത്തെ പടി അംഗീകരിച്ചെങ്കിലും ഈ രണ്ടാമത്തെ പടി പിന്നില് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പിന്നെ അന്ന് എപ്പോഴും ഞാൻ ഇങ്ങനെ മതം പൊട്ടിച്ചിരിക്കുന്ന മാനം, വനം പൊട്ടിക്കരയുന്ന ഭൂമി, ഇടയിൽ പെട്ടിര തേടി പിടയുന്നു പ്രാണൻ, എവിടെയോ മറയുന്നു ദൈവം. അപ്പൊ അന്നത്തെ പാട്ട് ഇതാണ്. അതുകൊണ്ട് ദൈവത്തിനെ വിശ്വസിക്കാനും അംഗീകരിക്കുന്ന പ്രശ്നം എനിക്കില്ല. അത് എനിക്ക് തീരെ സ്വീകാര്യമായിരുന്നു. പക്ഷേ ആൽക്കഹോളിക് അനോണിമസില് പഴമക്കാരായ ആളുകൾ എന്നോട് പറഞ്ഞു, നീ ഇപ്പോ ദൈവത്തിന്റെ കാര്യത്തിലൊന്നും ഒരു തീരുമാനം എടുക്കണ്ട. ഒരു ഹയർ പവർ, അന്നെക്കാളും വലിയൊരു ശക്തി ഉണ്ട് എന്നുള്ള ഈ അംഗീകരിക്കുകയല്ലേ, അത് ഉറപ്പല്ലേ? അന്നെക്കാട്ടിയും വലുതായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ നാളാരോ ലതീഷ ഷാജിയൊക്കെ പറഞ്ഞു, ചൂടുള്ള പഴംപൊരിച്ച് കയ്യിൽ തന്നാല് പഴംപൊരിച്ചതിന്റെ മുമ്പിൽ ഞാൻ ശക്തിഹീനാണ് എന്ന പോലെ അത് എന്നോട് അംഗീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ ആൽക്കഹോളിക് അനോണിമസിന്റെ ഒരു ഹയർ പവർ, അതില് വിശ്വസിക്കാൻ പറഞ്ഞു. അതില് തീർച്ചയായിട്ടും അത് എനിക്ക് അംഗീകരിക്കാൻ സത്യത്തില് വലിയൊരു പ്രയാസമൊന്നും ഉണ്ടായില്ല. അതിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോ, കുറച്ചും കൂടി മൂവ് ചെയ്തപ്പോ ഞാൻ മനസ്സിലാക്കുന്ന ദൈവം എന്നെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു ദൈവത്തിന് അതിലൂടെ ഞാൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു. അതിലൂടെ എനിക്കൊരു തിരിച്ചറിവും കിട്ടി. ദൈവത്തിനെ ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കാം, ഒരു പ്രയാസമില്ല. ഏത് അമ്പലത്തിലോ എവിടെയും ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു വഴിപാടുകളോ കാര്യങ്ങളോ ഒക്കെ കഴിക്കണമെങ്കിൽ നമ്മളെ പേരും നാളും നക്ഷത്രവും ഒക്കെ പറഞ്ഞു കൊടുത്താൽ അവിടെ ചീട്ടാക്കി അവരതൊക്കെ കഴിക്കും. അതിനൊന്നും ഒരു പ്രോഹിബിഷനും ഇല്ല. അത് ഏത് മതത്തിലായാലും അങ്ങനെ തന്നെയാണ്. ഒരു വിശ്വാസിനെയും തള്ളി പറയില്ല മതങ്ങൾ. പക്ഷേ ദൈവം എന്നെ വിശ്വസിക്കണം, അതിലാണ് അതിന്റെ പ്രസക്തി. ഞാൻ അമ്പലത്തിലേക്കോ പള്ളിയിലേക്കോ ചർച്ചിലേക്കോ കയറി ചെല്ലുമ്പോൾ ദൈവം അവിടുന്ന് ആ കള്ള നസ്രാണി അതാ വരണേന്ന് പറയാൻ ഇടവരരുത്. കാരണം എന്താന്ന് പറഞ്ഞാല് എന്റെ ചെയ്തികൾ സത്യസന്ധമായിരിക്കണം, ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല, എല്ലാവരോടും കരുണയുള്ളവനായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരാളെ മാത്രമേ ദൈവവും ഇഷ്ടപ്പെടൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ദൈവത്തിന് എനിക്ക് സൃഷ്ടിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. അതിനൊക്കെ എന്നെ അത്തരത്തിലൊക്കെ സഹായിച്ച സ്പോൺസർമാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ കൈപിടിച്ച് മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചപ്പോ എന്റെ ജീവിതത്തില് മാറ്റിമറിക്കല്, എനിക്ക് ഒരു
മാനസാന്തരം വന്നു. ഞാൻ നല്ല വസ്ത്രം ധരിക്കാൻ തുടങ്ങി. ഇതില് എനിക്ക് കാശിന്റെ കാര്യത്തിലൊക്കെ ഇച്ചിരിയൊക്കെ മെച്ചം വരാനൊക്കെ തുടങ്ങി. അങ്ങനെ ഷാപ്പ് ഒക്കെ നഷ്ടപ്പെട്ട സ്ഥിതിയിലെത്തിയ എനിക്ക് ഒരു ഷാപ്പില് ഞാൻ ഈ കറിക്കച്ചവടം ഏറ്റെടുത്തു. കറിക്കച്ചവടം എന്ന് പറഞ്ഞാല് ചാക്കണാന്ന് പറയും. ഷാപ്പില് ഈ പൂളിയും കറികളും ഒക്കെ വിൽക്കുക. അത് വലിയ ബുദ്ധിമുട്ടാണ്. അതിന് മാത്രമുള്ള പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവൂല്ല. എന്നാലും ഞാനത് ആ കച്ചവടം ധൈര്യത്തിൽ ഏറ്റെടുത്തു. ഒരു തൊഴില് വേണ്ടേ, ഒരു പരിപാടി വേണമെന്നൊക്കെയുള്ള നിലക്ക് ഭയങ്കര ഡേഞ്ചറാണ്. വെറുതെ ഈ ഷാപ്പിൽ കയറി കിടന്ന് കളിച്ചിട്ട് കുടിച്ചു പോകാനൊക്കെ ഉള്ള ഒരുപാട് സാധ്യതയൊക്കെയുള്ള ആളാണ് ഞാൻ. അപ്പൊ പക്ഷെ എനിക്ക് എന്റെ കുട്ടികളൊക്കെ അന്ന് 3 കുട്ടികളായി. അപ്പോഴേക്കും ഭാര്യയുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം. സിറ്റിയിലെ കോഴിക്കോട് പട്ടണത്തിലെ ജീവിതാണ്. വേറെ മാർഗമൊന്നുമില്ല. ഭാര്യന്റെ അമ്മയൊക്കെ എന്റെ കൂടെയുണ്ട്. ശമ്പളമൊന്നും കൊടുത്തില്ലെങ്കിൽ ഒരു ജോലിക്കാരിയായിട്ട് ഒരു സ്ത്രീ ഉണ്ട്. ആ വീട്ടിലാണെങ്കിൽ 2-3 നായ്ക്കളും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഇനി ഷാപ്പില്ലെങ്കിലും പ്രധാനമില്ല, ചാക്കണ നിലക്ക് കറിക്കച്ചവടമൊക്കെ ഏറ്റെടുത്തു. അത് ചെയ്തു. അത് കോഴിക്കോട് ഓഫീസിൽ സ്റ്റാൻഡിലാ. അറിയുന്നവർക്കൊക്കെ അറിയാം. നേക്കാരൊക്കെ അന്നത്തെ സുഹൃത്തുക്കളൊക്കെ എന്നെ അവിടെ കാണാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു മറ്റേ സിഗരറ്റ് വലിക്കണോ പടക്ക കച്ചവടം ചെയ്യുന്ന പോലെയുള്ള ഒരു അവസ്ഥയിലാണല്ലോ ഞാൻ. അപ്പൊ ഒന്ന് പലരും വന്ന് എന്നെ അന്നത്തെ സുഹൃത്തുക്കളൊക്കെ ആത്മാർത്ഥമായിട്ടൊക്കെ സഹായിച്ചും സഹകരിച്ചും ഒക്കെ തന്നു ആക്കി വന്നു. അങ്ങനെ ആ കച്ചവടമൊക്കെ ചെയ്തു. അതിന്റെ ഇടയ്ക്ക് എന്തായിന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് വെച്ചാല് കോട്ടൂളിയിൽ CP രവീന്ദ്രന്റെ നേതൃത്വത്തിൽ കോട്ടൂളി ഒരു AA മീറ്റിങ്ങും അതിന്റെ ഒരു വാർഷികമൊക്കെ അവിടെ വെച്ച് നടത്തി. അപ്പൊ അത് നമ്മള് മെഡിക്കൽ കോളേജ് റോഡിന് പോയാൽ കോൺഗ്രസ് ഓഫീസിന്റെ അവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് ബസ്സിന് പോകണം. ഇപ്പോഴും ബസ്സൊക്കെ കുറവാണ്. പിന്നെ ഓട്ടോറിക്ഷയിൽ പോകണം. അങ്ങനെ ഞാനും ഭാര്യയും 2 കുട്ടികളും കൂടിയൊക്കെ പോയി അവിടുന്ന് വാർഷികത്തിലൊക്കെ പങ്കെടുത്തു. അല്ലെങ്കിൽ കളിപ്പൊയ്കന്റെ അവിടെ ചുറ്റി ഒരുപാട് നടന്നു വേണം അങ്ങോട്ട് മാവൂർ റോഡിലേക്ക് എത്താൻ. വാർഷികമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അന്ന് അവിടെ ഒരു ജീപ്പിൽ വന്ന ഒരു മെമ്പർ ഉണ്ടായിരുന്നു. നമ്മളെ വാസുദേവേട്ടൻ, വലിയ കോൺട്രാക്ടർ, വലിയ മുതലാളിയൊക്കെയാണ്. അയാളെ 540 ജീപ്പാണ്. അപ്പൊ ആ ജീപ്പിൽ ഞാനൊരു ലിഫ്റ്റ് ചോദിച്ചു. ഒന്നേറെ ലിഫ്റ്റ് ചോദിച്ചു പറഞ്ഞാൽ ഭാര്യ കുട്ടികളൊക്കെ ഉണ്ടല്ലോ നടന്നു പോകാനൊക്കെ. അപ്പൊ അയാൾ എന്നോട് ഇടത്തേം വഴിക്ക് പറഞ്ഞു, ഇതില് വേറെ ആളുണ്ട്. അപ്പൊ സംഗതി ചോദിച്ചപ്പോ ഒരു വലിയൊരു വസളത്തരൊക്കെ. ഞാൻ ഈ കറിക്കച്ചവടമൊക്കെ ചെയ്യണ സമയമല്ലേ, കറിക്കച്ചവടമൊക്കെ ചെയ്ത് കുറച്ച് 2 കൊല്ലം കറിക്കച്ചവടം ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞ് കാശൊക്കെ വന്നപ്പോ മാതൃഭൂമിയുടെ 2 ജീപ്പ് ലേലത്തിന് വെച്ചിരുന്നു. ആ 2 ജീപ്പ് ഞാൻ ഒന്നായിട്ട് ലേലത്തിന് എടുത്തു. ഒന്നത് അപ്പോൾ തന്നെ ആ ബേപ്പൂര് ഭാഗത്തുള്ള ഒരു ഇലക്ട്രിസിറ്റിയിലെ ഒരു ഓഫീസർക്ക് കൊടുത്തു. ഒന്ന് ഞാൻ ചില്ലറ പണിയൊക്കെ കഴിച്ച് ഒക്കെ ആക്കി. ആ ജീപ്പിന് ഞാൻ പേരിട്ടത് ഇംഗ്ലീഷിൽ കിട്ടിയാ നോക്കാന്നായിരുന്നു. ടി രവിയേട്ടനൊക്കെ എപ്പോഴും ഷെയറിങ്ങിൽ പറയും മണിയേട്ടന്റെ കിട്ടിയാ നോക്കാന്ന്. അപ്പൊ കിട്ടിയാ നോക്കാന്ന് പറഞ്ഞ കാരണം എന്താ പറഞ്ഞാൽ ജീപ്പ് എപ്പോ വേണമെങ്കിലും വിൽക്കേണ്ടി വരും. സാമ്പത്തികമായിട്ട് കടുത്ത ബുദ്ധിമുട്ടിലാണ്. അപ്പൊ കിട്ടിയാ നോക്കാന്നുള്ള പേരിട്ടിട്ട് സുരക്ഷയില് മീറ്റിങ്ങിന് വരുമ്പോ ഈ കോൺട്രാക്ട് അയാള് വരും ഈ 540 ജീപ്പായിട്ട്. അപ്പൊ അയാളെ ജീപ്പിന്റെ മുമ്പിൽ ഞാൻ ഈ ജീപ്പ് കൊണ്ടുപോയി നിർത്തിയിടും. അയാൾക്ക് പെട്ടെന്ന് എടുത്ത് പോകാൻ കഴിയരുത് എന്നൊക്കെ ഉദ്ദേശിച്ചിട്ട്. അങ്ങനെയൊക്കെ തുറന്നു. എന്തായാലും ആൽക്കഹോളിക് അനോണിമസ് ഘട്ടം ഘട്ടമായിട്ട് പിന്നീട് ഷാപ്പ് ഒക്കെ കോൺട്രാക്ടർ ലേലത്തിലൊക്കെ പിടിച്ചു. സാമ്പത്തികമായിട്ടൊക്കെ
മെച്ചങ്ങളൊക്കെ വന്നു. കുട്ടികളും ഒക്കെ നല്ല ഇംഗ്ലീഷ് മീഡിയം ഒക്കെ നല്ല സ്കൂളിലൊക്കെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ ഞാൻ കണ്ണഞ്ചേരി ആണെങ്കിലും കുട്ടികളെയൊക്കെ ഇവിടെ ഫറൂഖ് വെനേറിനിയിലൊക്കെ പഠിപ്പിച്ചു. കുട്ടികളെല്ലാവരും ഒക്കെ നന്നായിട്ടൊക്കെ പഠിക്കുകയും ഒക്കെ ചെയ്തു. അതിന്റെ ഇടയ്ക്ക് ഈ ഒരു ദാരിദ്ര്യം പിടിച്ച സമയത്ത് ഒരു കൂൾ ബാറും സ്റ്റേഷനറിയും ഒക്കെ മീഞ്ചന്ത വട്ടക്കിണറിൽ അവിടെ എന്റെ ഫാദറിലോന്റെ ഒരു റൂം ഒഴിഞ്ഞു കിടന്ന് പൂട്ടിക്കിടന്നിരുന്നു. അവിടെ ഒരു കച്ചവടമൊക്കെ തുടങ്ങി. അപ്പൊ അത് സത്യത്തിൽ അതിനെ പറ്റിയ ഒരു ഐഡിയ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഈ വലിയ ഭരണിയൊക്കെ വാങ്ങിച്ചു മുട്ടായി ഒക്കെ കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഭരണി വാങ്ങിച്ചാ മാത്രല്ല, ഈ ഭരണി വലുതാവും തോറും മുട്ടായി ഒരുപാട് പുറത്തേക്ക് കാണണമെങ്കിൽ ധാരാളം മുട്ടായി വാങ്ങിയിരുന്നു. അപ്പൊ അവസാനം മുട്ടായി ഒന്നും വാങ്ങിയിടാൻ പൈസ ഇല്ലായിട്ട് അന്ന് ഒളവണ്ണ ഗ്രൂപ്പിന്റെ ബാഗില് പൈസ മിച്ചം വന്നത് ഒരു 1000 രൂപയുടെ ചോടിയുണ്ട്. അത് സെക്രട്ടറിനോട് വാങ്ങിയിട്ടാണ് കുറച്ച് പാക്കറ്റ് മുട്ടായി ഒക്കെ വാങ്ങി ഈ അളമാരിയിലൊക്കെ ഇട്ട് കച്ചവടമൊക്കെ തുടങ്ങി. അവിടെ ചായ അതേമാതിരി തന്നെ ചായ വാരുന്ന പരിപാടിയൊക്കെ ഉണ്ട്. എനിക്ക് ഈ ചായ വാരാനൊന്നും ശരിക്കും അറിഞ്ഞൂടാ. പക്ഷെ ഭാര്യ അത്യാവശ്യം അവള് ഇത് പഠിച്ചു, സമാവറില് ചായയൊക്കെ പാരും. അപ്പൊ ചായ പാരാനും ഒക്കെ തുടങ്ങി അവിടെ കച്ചവടമൊക്കെ തുടങ്ങിയപ്പോ ഈ ആർട്സ് കോളേജിലെ കുട്ടികളൊക്കെ അവിടെ ബസ് കയറാൻ വേണ്ടി കടന്റെ മുന്നിലാ വരും. അപ്പൊ എന്റെ ഭാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാ പഠിച്ചത്, NSSലൊക്കെ 7 വരെ 8 വരെ മറ്റേ. അന്ന് അവളെ കൂടെ പഠിച്ച ബാക്കിയുള്ള കുട്ടികളൊക്കെ അപ്പോഴേക്കും കോളേജിലെത്തി. അവര് ഈ ബസ് സ്റ്റോപ്പിൽ വരുമ്പോ ഇവള് ഈ ചായ പാരാൻ നിക്കണതൊക്കെ അവൾക്ക് വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടാക്കി. അവരൊക്കെ വലിയ ചാമുണ്ടേശ്ശേരി, പയനിയർ, കോഴിക്കോട്ടെ വലിയ മുതലാളിമാരെയൊക്കെ മക്കളെ. എന്നിട്ട് ഇവള് വീട്ടിൽ വരുമ്പോ കട്ടില് കമഴ്ന്ന് കിടന്ന് കരഞ്ഞതൊക്കെ എനിക്കും വല്ലാതെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോ ഇതിനൊക്കെ ഒരു അതിജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം. അതിന്റെ ഇടയിൽ ഞാൻ എപ്പോഴെങ്കിലും ടൗണിൽ ഒഴിവ് കിട്ടുമ്പോ സിനിമയ്ക്കൊക്കെ പോകുന്നതിന്റെ ഒരു ആരാണ്. അങ്ങനെ ഒരു സിനിമയ്ക്ക് പോയപ്പോ ഒരു നർത്തകി, ഒരു ഫേമസ് സിനിമയായിരുന്നു അത്. നർത്തകിന്റെ ഈ കാല് മുറിക്കപ്പെട്ടിട്ട് അപ്പോ കല്യാണം കഴിക്കാൻ ഒക്കെ തീരുമാനിച്ചിരുന്ന കാമുകനൊക്കെ ഉപേക്ഷിച്ച് ഈ നർത്തകി രണ്ടാമത് ഈ ജയ്പൂർ പൊയ്ക്കാല് വെച്ച് നൃത്തം ചെയ്യുന്നതും വീണ്ടും ആ ഒരു ഇതില് കാലുറപ്പിക്കണതും, ആ രംഗത്ത് അവര് കാലുറപ്പിച്ച് വീണ്ടും ആ നർത്തന രംഗത്ത് പേരെടുക്കുന്നു. അവര് ഈ ഐഡിയ സ്റ്റാർ സിംഗറിലോ ഇതില് ജഡ്ജി ആയിട്ടൊക്കെ ഇരിക്കേണ്ടത്. ഇപ്പോഴും ഫേമസ് നടിയാണ് ആ സ്ത്രീ. അത് എന്നിലൊരു വല്ലാത്തൊരു പ്രചോദനങ്ങൾ ഉണ്ടാക്കി. അതേപോലെ തന്നെ ആൽക്കഹോളിക് അനോണിമസിന്റെ പടികള്, പാരമ്പര്യങ്ങള്, ലിറ്ററേച്ചറുകള്, ആൽക്കഹോളിക് അനോണിമസിലുള്ള